ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് +1 എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും. ഇന്ന് നിങ്ങളോട് പറയും ഇസ്മ് പേരുകളും വെർബുകളും അതേപോലെ തന്നെ ഹർഫ് നിങ്ങളോട് എന്ത് ചെയ്യും, ലെറ്റ് അല്ലെങ്കിൽ പിന്നെ ഫി അല പോലത്തെ പ്രിപ്പോസിഷൻസ് എന്ന് പറയാം. ഓക്കെ, എന്തായിരുന്നാലും അങ്ങനത്തെ വേർഡ്സ് നിങ്ങളോട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. നമുക്ക് എങ്ങനെയാണത് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇസ്മ എന്ന് പറയാൻ നമുക്കറിയാം പേരുകളാണ്, നൗണാണ് അല്ലേ. ഇസ്മ എന്ന് പറഞ്ഞാൽ നൗണാണ്, പേരുകളാണ്. ഓക്കെ, ഫഅൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയൊക്കെ വെർബുകളാണ്. ഓക്കെ, അറിയാത്തവർ. ഓക്കെ, ഇതിന് നമ്മൾ ലെറ്റേഴ്സ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻസ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിൽ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണിത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാരഗ്രാഫ് നല്ലപോലെ വായിച്ച് നോക്കാം. ഈ പാരഗ്രാഫിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഫി, അതേപോലെ തന്നെ മിൻ, ഇങ്ങനത്തെ കുറേ വാക്കുകളുണ്ടാകും. അല, ഇല എന്നൊക്കെ പറഞ്ഞ വാക്കുകളില്ലേ, ആ വാക്കുകളായിരിക്കും എന്ത് ചെയ്യുക, ഇതിൽ വരിക. ഓക്കെ, ഏതൊക്കെയാണ്? ഫി, അല, ഇല, ഇങ്ങനത്തെ വാക്കുകളില്ലേ നമ്മൾ പാരഗ്രാഫിൽ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ വാക്കുകളൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ എഴുതുക. ഇതിൽ വളരെ കുറച്ച് വേർഡ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മീനിങ് ഒന്നും നോക്കണ്ട. ഇത് നമുക്കിപ്പോൾ അറിയണമല്ലോ, അറബിക്കിൽ ഈ വേർഡ്സ് കണ്ടാൽ അറിയാമല്ലോ. അങ്ങനത്തെ നിങ്ങൾ ഈ പാരഗ്രാഫിൽ കാണുന്ന വേർഡുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഹർഫിൽ എഴുതാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്ന് വെർബാണ്. വെർബിൽ 2 ടൈപ്പിലാകും കാര്യമായിട്ടത് വരിക. ഒന്ന് യഫ് അലു, യാ കൊണ്ടോ താ കൊണ്ടോ തുടങ്ങുന്ന യഫ് അലു എന്നുള്ള മോഡൽ, 4 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന മോഡലാണ് വരിക. ഓക്കെ, ചിലപ്പോൾ അത് എന്ത് ചെയ്യും, ഫഅല എന്നുള്ള മോഡൽ വരും കേട്ടോ. ചിലപ്പോൾ ജലസ, അതേപോലെ തന്നെ കത്തബ, നല്ലറ എന്നൊക്കെയുള്ള വേർഡ്. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേണ്ട യഫ് അലു മോഡലാണ്. യദ്റുസു കണ്ടില്ല നിങ്ങൾ. അതേപോലെ തന്നെ യഅമലു, അതേപോലെ തന്നെ നിങ്ങൾക്കതിൽ പിന്നെ ഇവിടെ വേറെ വേർഡ്സ് ഉണ്ടാവും. ഇവിടെ ലാ തക്സൽ നമുക്ക് വേറെ പറയാം. ഓക്കെ, അപ്പോൾ ഈ വേർഡ്സും കാര്യങ്ങളൊക്കെ ഇത്തരം വാക്കുകൾ എന്ത് ചെയ്യും, അത് നമുക്ക് എവിടെ എഴുതാം, വെർബിലാണ്, ഫിലാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. യഫ് അലു എന്ന് വരുന്ന മോഡലിൽ വരുന്ന വാക്കുകൾ ഏതായിരിക്കും, ഫിലായിരിക്കും വരിക. ഇനി ഫിലിൽ വേറെയും ചില കാര്യങ്ങൾ നമുക്ക് ഫിലാവുമെന്ന് മനസ്സിലാക്കാം. ഒന്നെന്ന് വെച്ചാൽ ഈ പിന്നെ ചില വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ലാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ലാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾ, ലാ പിന്നെ എഫ് അൽ എന്നുള്ള മോഡലിൽ തുടങ്ങുന്ന വാക്കുകൾ അല്ലേ, എന്തായിരിക്കും അത്? നിങ്ങൾക്ക് ലാ എഫ് അൽ തുടങ്ങുന്ന മോഡലിലെ വാക്കുകൾ അത് മിക്കവാറും നിങ്ങൾക്ക് ഫിലായിരിക്കും. എന്തായാലും നമുക്ക് ഫിലിൽ എഴുതാം. ഓക്കെ, ലാ എഫ് അൽ എന്ന് എഴുതുന്ന മോഡൽ. അപ്പോൾ ലാ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളെല്ലാം കണ്ടോ, ഇവിടെ ലാ തക്സൽ എന്ന് പറയുന്ന വാക്ക്, ഇതേപോലത്തെ ലാ ചേർന്ന് വരുന്ന വെർബുകളെല്ലാം അതെന്തായിരിക്കും, ഫിലായിരിക്കും. അതേപോലെ തന്നെ ഇതിൽ വരുന്ന വേറെ പിന്നെ എഴുത്തനിം, എഴുത്തനിം എന്നുള്ള വാക്ക് ഇതിൽ വരുന്നുണ്ട്. എഴുത്തനിം, എഴുത്തനിം അല്ലേ, എഴുത്തനിം, എഴുത്തനിം എന്ന് വെച്ചാൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് വരുന്ന, എവിടെ എഴുത്തനിം കണ്ടില്ലേ, എഴുത്തനിം. ലാ തക്സൽ, അവസാന അക്ഷരത്തിന് സുക്കൂന് ഒരിക്കലും എന്തിൽ വരില്ല, ഇസ്മുകൾക്ക് പേരുകൾ വരില്ല. അപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് വരുന്നത്, അതേപോലെ ലാ കൊണ്ട് തുടങ്ങുന്നത്, യഫ് അലു എന്നുള്ള സ്ട്രക്ചറിൽ വരുന്നത്, അതേപോലെ തന്നെ ഫഅല, ജലസ, കത്തമ, ഈ 4 സ്ട്രക്ചറിൽ വരുന്ന വേർഡുകൾ എന്തൊക്കെ ഇതിലുണ്ടോ അതെല്ലാം നമുക്ക് എവിടെ എഴുതാം, ഫിലിൽ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്മുകൾ കണ്ടുപിടിക്കാൻ വളരെ സുഖമാണ്. ഇസ്മുകൾ കണ്ടുപിടിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്മ ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരോ, അങ്ങനത്തെ പേരുകൾ, എല്ലാവിധ നെയിമുകളും ഉണ്ടെങ്കിൽ, നെയിം അല്ലേ, എന്തൊക്കെ പേരുകൾ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടോ ആ പേരൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ എഴുതാം. രണ്ടാമത്തെ കാര്യം, അൽ കൊണ്ട് തുടങ്ങുന്ന, അൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെ വാക്കുണ്ടോ അതിനൊന്നും മീനിങ് നിങ്ങൾ അറിയന്നെ വേണ്ട. അൽ കൊണ്ട് തുടങ്ങുന്ന വാക്കാണോ ഉറപ്പിച്ച് നമുക്ക് എവിടെ എഴുതാം, അത് ഇതിലെഴുതാം. അതേപോലെ അവസാനത്തെ അക്ഷരം ത് കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ ഇതിൽ ഏതൊക്കെ ഉണ്ടോ, മദ്രസത്ത്, സാനവിയത്ത്, ആലിയത്ത്, ഇങ്ങനെ ത് കൊണ്ട് അവസാനിക്കുന്ന കുറേ വാക്കുകളുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം. പിന്നെ ചില വാക്കുകളുടെ ലാസ്റ്റിൽ എന്തുണ്ടാവും, ഹൂന്നോ അതല്ലെങ്കിൽ ഹ എന്നൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഈ ഒരു വേർഡിൻ്റെ ലാസ്റ്റിൽ എൻഡിങ്ങിൽ ഹു ഹ എന്നുണ്ടെങ്കിൽ അതും എന്തായിരിക്കും, ആ വേർഡും ഇസ്മുകളായിരിക്കും. ഇങ്ങനെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇസ്മുകൾ വളരെ എളുപ്പത്തിൽ, എന്തൊക്കെ പേരുണ്ട് അത് ഇസ്മായിരിക്കും, അല്ല കൊണ്ട് തുടങ്ങുന്ന ഇസ്മായിരിക്കും, താ കൊണ്ട് തുടങ്ങുന്ന ഇസ്മായിരിക്കും. ഇനി ഇതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഹർക്കത്ത് ഉണ്ടാവും, ചിലപ്പോൾ ഹർക്കത്ത് ഉണ്ടാവില്ല. അവസാനത്തെ അക്ഷരത്തിന് 2 ഫത്തഹോ അതല്ലെങ്കിൽ 2 കെസറോ അല്ലെങ്കിൽ 2 ലൊമ്മോ, ഇങ്ങനെ 2 എണ്ണം ഒരു ഉണ്ടെങ്കിൽ അതും എന്തായിരിക്കും, അത് ഇസ്മ. ഇത് ഹർക്കത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.
അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേർഡിൻ്റെ മുഴുവൻ മീനിങ് ഒന്നും അറിയണ്ട, ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഹർഫ് എടുത്ത് എഴുതുക, പിന്നെ നിങ്ങൾ വെറും ഇത് രണ്ട് കുറവായിരിക്കും, ഇത് ഒരുപാടുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ബാബു ഇസ്മാണ്, ദാരിസുൻ ഇസ്മാണ്, മദ്രസത്ത് സാനിബിത്തുൻ ആലിയത്തുൻ വാലിദ് ഇസ്മാണ്, അതേപോലെ തന്നെ ഷെരിക്കത്ത് ഇസ്മാണ്, പിന്നെ അതേപോലെ തന്നെ വാലിദ് ഇവിടെ ഇസ്മാണ്, പിന്നെ ദിറാസത്ത് ക എന്നുള്ള ഇസ്മാണ്, അതേപോലെ തന്നെ അൽ ഫുറസ് ഇസ്മാണ്, ഹയാത്ത് ഒക്കെ ഇസ്മാണ്. ഓക്കെ, ഇവിടെ ഒന്നും കൂടി ഉണ്ട്, എൻഡിങ് ലാസ്റ്റിൽ ഈ കാ കൊണ്ട് എൻഡ് ചെയ്യുന്നത്, കാ കൊണ്ട് കീ എന്നൊക്കെ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്നെ അങ്ങനത്തെ കുറേ വേർഡ്സിന് ഹും ഹിം ഹിംന്ന് കുമ്മ് കുന്ന ഇങ്ങനെ അങ്ങനത്തെ എൻഡ് ചെയ്യുന്ന വേർഡ്സൊക്കെ എന്തായിരിക്കും, പിന്നെ ഈ ഇസ്മിലായിരിക്കും വരിക. മുഴുവനും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ട, അധികവും വരുന്നത് ഈ കാര്യങ്ങളായിരിക്കും കേട്ടോ. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഉണ്ടാവുമെന്ന് വിചാരിക്കണം. മനസ്സിലാവാത്തൊരൊന്നും കൂടി വീഡിയോ കണ്ടു വെക്കുക, ക്ലിയർ ആവും. മീനിങ് അറിയാതെ നമുക്ക് ഇതിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.